ഹായ് ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്നൊരു ലഞ്ച് മെനു തയ്യാറാക്കിയാലോ? നല്ലൊരു മീൻകറിയും തോരനും ഓംലെറ്റും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് ചീര തോരൻ, ചീരയും ചെമ്മീനും കൂടിയുള്ള തോരനും മീൻകറി. നമ്മൾ തേങ്ങ അരച്ച് വെക്കില്ല, മീനൊക്കെ വറ്റിച്ച് പുളിയിട്ട് വറ്റിച്ച് വെച്ചിട്ട് തേങ്ങ അരച്ച് വെക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ചും വയ്ക്കാം, തേങ്ങ അരച്ചും വയ്ക്കാം. ഞാൻ തേങ്ങ അരച്ചാണ് വയ്ക്കുന്നത്. അപ്പോൾ രണ്ട് രീതിയിലും വയ്ക്കാം കേട്ടോ ഈ ഒരു മീൻകറി. അങ്ങനെ മീൻകറിയും ഓംലെറ്റും ഒക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു നാടൻ ഊണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഊണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം നമ്മുടെ മീൻ വറ്റിച്ച് വെച്ചിട്ട് അടുത്ത ദിവസത്തേക്കുള്ള ജോലികൾ തുടങ്ങാം. ഞാനിപ്പോൾ തലേ ദിവസം രാത്രിയാണ് ഈ ഒരു ജോലി ചെയ്യുന്നത്. അപ്പോൾ മീനൊക്കെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി മീൻ വറ്റിക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് ഞാനൊരു 8-10 ഉലുവ ചേർക്കുന്നുണ്ട്. ഉലുവയുടെ കളറൊന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക്, നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്, എങ്കിലും ഒരു 3 പച്ചമുളക് ഞാൻ ചേർക്കുന്നുണ്ട്. ഒരുപാട് എരിവുള്ള പച്ചമുളകല്ല, ഒരു മീഡിയം എരിവുള്ള പച്ചമുളക്. അതുപോലെ തന്നെ 2-3 തണ്ട് കറിവേപ്പില. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് ആ ഇഞ്ചി ഒന്ന് കുക്കായി വരണം. ഈ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ്, എരിവുള്ള മുളക് പൊടി അല്ല. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മുടെ മീനിന് ആവശ്യമായ ഉപ്പ്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പൊടികളൊന്ന് നന്നായിട്ട് കുക്കായി വരുന്നത് വരെ ഒരു 1/2 മിനിറ്റ് ഇളക്കി കൊടുക്കുക കേട്ടോ. അധികം സമയം വേണ്ട പൊടികൾ കുക്കായി വരാൻ. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന കുടംപുളി ഇട്ട് കൊടുക്കുക. കുടംപുളി ആ വെള്ളത്തോടു കൂടി തന്നെ ചേർക്കുക കേട്ടോ. ഞാനൊരു 4 പീസ് കുടംപുളി എടുത്തിട്ടുണ്ട്, 1/2 കിലോ മീനായതുകൊണ്ട്. അപ്പോൾ ഇതുപോലെ വലിയ മീനുകളാണെങ്കിലാണ് നമ്മൾ ഇതുപോലെ വറ്റിച്ച് വെക്കുന്നത്. പിന്നെ മീൻ വേവാൻ ആവശ്യമായ ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. ഇനി വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ, ഗ്രേവി മൊത്തത്തിൽ തിളച്ച് വരട്ടെ. നമ്മൾ ഉപ്പൊക്കെ ചേർത്തതാണല്ലോ, അതുകൊണ്ട് തന്നെ ഇനി ഉപ്പൊന്നും ചേർക്കണ്ട. ഈ ഗ്രേവി തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മീൻ കറി ഇതാ വറ്റി വന്നിട്ടുണ്ട്. ഇത്രയും ഞാൻ വറ്റിക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി നമ്മൾ തേങ്ങ അരച്ചൊഴിക്കുമ്പോൾ കറക്റ്റ് ആയിക്കോളും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ആവി പോകാനായിട്ട് വയ്ക്കാം. ആവി പോയി കഴിയുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് അടച്ചു വയ്ക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മീൻ വറ്റിച്ച് വയ്ക്കുമ്പോൾ തലേ ദിവസം ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിനി നാളെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചീരത്തോരന് വേണ്ടിയിട്ട് ഞാൻ പാലക് ചീരയാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകി വൃത്തിയാക്കി ഫ്രഷ്നെസ്സിന് വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചെമ്മീൻ ഇട്ടിട്ടാണ് ഞാൻ തോരൻ വയ്ക്കുന്നതെന്ന് പറഞ്ഞല്ലോ, അതിന് വേണ്ടിയിട്ട് ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തോരനും നമ്മുടെ മീൻ കറിക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കലാപരിപാടികൾ ആരംഭിക്കാം. ആദ്യം ചീര ഒന്ന് മുറിച്ചെടുക്കാം, തേങ്ങ അരച്ചു കൊടുക്കാം. അതുപോലെ തോരന് ഞാനിപ്പോൾ തേങ്ങ ഒതുക്കിയെടുക്കുന്നില്ല കേട്ടോ, കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ വെറുതെ. അപ്പോൾ ആദ്യം ചീര ഒന്ന് മുറിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മൾ കട്ടിംഗ് ഒക്കെ വേഗം തീർത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുക്കിംഗ് വേഗം 2-3 ബർണറിലായിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് കട്ടിംഗ് ഒക്കെ വേഗം തീർത്ത് വയ്ക്കുന്നത്. പിന്നെ തേങ്ങയൊക്കെ അരച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങ അരച്ച് തീർത്ത് വയ്ക്കുക, അപ്പോൾ മിക്സ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് തീ കത്തിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേഗം തീർക്കുക. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആദ്യം തന്നെ ചീര മുറിക്കുന്നത്. പിന്നെ കുക്കിംഗ് ഒറ്റ ഫ്ലോയിൽ അങ്ങ് പോയിക്കോളും, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ചീരയൊക്കെ വേവാൻ അധികം സമയം വേണ്ട. ഇങ്ങനെയുള്ള റെസിപ്പികളൊക്കെ ആകുമ്പോൾ വേഗത്തിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. സമയമില്ലെങ്കിലും കറി എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് ലഞ്ച് വ്ളോഗിൻ്റെ ലഞ്ച് റെസിപ്പീസ് ഇടൂ എന്ന് പറഞ്ഞിട്ട് കമൻസ് വന്നിരുന്നു. അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ നോൺ വെജും വെജും ചേർത്തിട്ട് ലഞ്ച് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇതിപ്പോൾ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ ചെമ്മീൻ ഒഴിവാക്കിയിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നമുക്ക് ഈ ഒരു പാലക് തോരൻ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ മീൻ കറി സ്കിപ്പ് ചെയ്യുക. പാലക് തോരനും അതുപോലെ തന്നെ ഓംലെറ്റിന് പകരം ഒരു പപ്പടമൊക്കെ കാച്ചിട്ട് നമ്മുടെ ലഞ്ച് വ്ളോഗ് റെഡിയാക്കുക. പിന്നെ നമ്മൾ ലഞ്ച് വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പ്ലേലിസ്റ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലഞ്ച് റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ചീര മുഴുവൻ കട്ട് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ നമ്മൾ നമ്മുടെ ചീരയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഉള്ളി നന്നാക്കി എടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് തോരനും മീൻ കറിക്കും ഓംലെറ്റിനും ഉള്ളി വേണം, അതുകൊണ്ടാണ് ഇത്രയും ഉള്ളി നന്നാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഉള്ളിയും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഉള്ളി ഞാൻ എല്ലാ നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. തോരനുള്ളതും അതുപോലെ മീൻ കറിക്കുള്ളതും ഓംലെറ്റിനുള്ളതും എല്ലാം നീളത്തിൽ ഇതുപോലെ കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ
2-3 രീതിയിൽ കട്ട് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഉള്ളിയും മുഴുവനും ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കിംഗ് ഈസി ആവുമല്ലോ. അപ്പോൾ എൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കുക്കിങ്ങിനുള്ള കാര്യങ്ങളെല്ലാം അടുപ്പിച്ച് വെച്ചിട്ടാണ് കേട്ടോ കുക്ക് ചെയ്ത് തുടങ്ങുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾക്കായിട്ട് നീങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമുക്ക് ഓംലെറ്റിലേക്ക് പച്ചമുളകും കൂടി കട്ട് ചെയ്ത് വെക്കാനുണ്ട്. അത് ഒരു 2 പച്ചമുളകും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നമ്മളിതാ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പച്ചമുളകാണ് കട്ട് ചെയ്യാനുള്ളത്. പച്ചമുളകും റൗണ്ടിൽ തന്നെ കട്ട് ചെയ്യട്ടെ. ഞാൻ ചെറിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളക് ഇതുപോലെ കനം കുറച്ച് റൗണ്ടിൽ കട്ട് ചെയ്യുക. നമ്മൾ മീൻ കറിയിലേക്കുള്ള പച്ചമുളക് മീനിൻ്റെ കൂടെ ഇട്ട് വറ്റിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മീൻ കറിയിലേക്ക് ഇനി പച്ചമുളകൊന്നും വേണ്ട. ഓംലെറ്റിലേക്കുള്ള പച്ചമുളകാണിത്. അപ്പോൾ കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ തോരൻ ഉണ്ടാക്കാനായിട്ട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ട് ഇതിലേക്ക് ഞാൻ കടുക് ചേർക്കുകയാണ്. 1/2 ടീസ്പൂൺ കടുക് മതി. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. അപ്പോൾ ഇതുപോലെയുള്ള തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉള്ളി തന്നെ ചേർക്കാം കേട്ടോ. സവോള ചേർത്തിട്ട് തോരൻ ഉണ്ടാക്കരുത്. ഉള്ളി ചേർത്തിട്ട് തോരൻ ഉണ്ടാക്കുമ്പോഴാണ് ആ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. നമ്മുടെ കടുക് പൊട്ടി കഴിയാറായിട്ട് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ 1 പിടി ഉള്ളിയാണ് ചേർത്തിട്ടുള്ളത്. 1 തണ്ട് കറിവേപ്പിലയും ചേർക്കാം. ഇനി ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പുറത്തെ സൈഡിൽ ഞാൻ മീൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നലെ നമ്മൾ വറ്റിച്ച് വെച്ച മീനൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ മീൻ തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടുപ്പിലേക്കുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഉള്ളി വഴറ്റുമ്പോൾ തന്നെ ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമുക്ക് എരിവിനായിട്ട് മുളക് പൊടിയോ അല്ലെങ്കിൽ പച്ചമുളകോ ചേർക്കാം. ഞാനിപ്പോൾ മുളക് പൊടിയാണ് ചേർക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഒരു 1/4 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്ന് കുക്കായി വരുന്നത് വരെ വീണ്ടും ഇളക്കി കൊടുക്കുക. നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്നിട്ടൊന്നുമില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്നു വന്നപ്പോൾ തന്നെ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ചീരയ്ക്കും ചെമ്മീനും തേങ്ങയ്ക്കും എല്ലാം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ ചീരയേക്കാൾ വേവ് കൂടുതലാണ് ചെമ്മീൻ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നത്. ചെമ്മീനൊന്ന് കുക്കായി തുടങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ചീരയും തേങ്ങയും ഒക്കെ ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളാണ്. ഇതുപോലെ ചീരയും ചെമ്മീനും തോരൻ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഉണ്ടോ നമ്മുടെ ചെമ്മീനൊക്കെ ഒന്ന് കുക്കായി തുടങ്ങിയിട്ടുണ്ട്, ചെറുതായി ചുരുങ്ങി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചീര ചേർത്ത് കൊടുക്കാം. ചീര ചേർക്കുമ്പോൾ കുറേ ഉണ്ടാവുമെങ്കിലും ഒന്ന് ആവി കയറി കഴിയുമ്പോൾ ഒട്ടും ഉണ്ടാവില്ല കേട്ടോ. ചീര ചേർത്തിട്ട് ഒന്ന് ആവി കയറാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മളൊരു 1/2 മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ചീരയുടെ അളവ് കുറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചീരയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ചീരയുടെ അളവ് വല്ലാതെ അങ്ങോട്ട് കുറഞ്ഞു തുടങ്ങി. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. ഇനി തുറന്ന് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാം കേട്ടോ, അടച്ചു വയ്ക്കരുത്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും വളരെ കുറച്ച് മതി. തേങ്ങ അരച്ച് ചേർക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരച്ച് ചേർക്കാം കേട്ടോ. അരച്ച് മീൻസ് ഒന്ന് ഒതുക്കി ചേർക്കണം എന്നുണ്ടെങ്കിൽ ഒതുക്കി ചേർക്കാം. ഞാനിപ്പോൾ ഒതുക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ചെറിയ അളവിൽ തേങ്ങ മിക്സിയുടെ ജാറിലിട്ട് ഒതുക്കുന്നതിനേക്കാൾ നല്ലത് ഇതിലേക്ക് ഡയറക്റ്റ് ചേർക്കുന്നതല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഡയറക്റ്റ് ചേർത്തത് കേട്ടോ. ഇനി ഇതെല്ലാം ചേർത്തൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. തുറന്ന് വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിടുക. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എരിവ് കുറവാണെങ്കിൽ 1-2 പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിടുക. വെള്ളം വറ്റി കഴിയുമ്പോൾ നമ്മുടെ ചീരത്തോരൻ റെഡിയാവും. അധികം പരിപാടികളൊന്നുമില്ല, വേഗം കഴിയുന്നില്ലേ. ഇതാണ് നമ്മുടെ ചീരത്തോരൻ്റെ റെസിപ്പി. അപ്പോൾ ചീരത്തോരൻ റെഡി ആവട്ടെ. ഇവിടെ നമ്മുടെ മീൻ കറി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മീൻ കറിയിലേക്ക് വേണ്ട അരപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അരപ്പിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ചേർത്ത് തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കട്ടെ. തേങ്ങ അരയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഒരു 1/2 മുറി തേങ്ങയുടെ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കേണ്ടി വരും. ഇതിപ്പോൾ ഒരു 1/2 കപ്പ് തേങ്ങയും 2 ടേബിൾ സ്പൂണും കൂടി, ഏകദേശം ഒരു 3/4 കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. തേങ്ങ അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 3/4 കപ്പ് മതി. തേങ്ങാപ്പാൽ ഇടുന്നുണ്ടെങ്കിൽ കൂടുതൽ തേങ്ങ വേണം. അപ്പോൾ ഞാനിതൊന്ന്
അരച്ചെടുക്കട്ടെ. അപ്പോൾ ഇതാ കണ്ടോ, നമ്മുടെ ചീരത്തോരൻ റെഡിയായി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അരപ്പ് അരച്ച് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ മീൻ കറിയിലേക്ക് അരപ്പ് ചേർക്കുന്നത് കാണിക്കാത്തത്. അരപ്പ് അരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ കറിയിലേക്ക് അരപ്പ് ചേർക്കാം. ഇതിന് ചീനച്ചട്ടിയുടെ ചൂടുകൊണ്ട് ഒന്നുകൂടി ഡ്രൈ ആയിക്കൊണ്ടിരുന്നോളും. ഇത്രയും ഡ്രൈ ആക്കി എടുക്കുന്നുള്ളൂ. ഇപ്പോൾ ചീരത്തോരൻ്റെ കുക്കിംഗ് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ മീൻ കറി ഇതാ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്കും ഒരു പിടി ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഉള്ളി ചേർത്തിട്ട് നമുക്ക് ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് അരപ്പൊക്കെ ചേർക്കാം. അപ്പോൾ കറി ഒന്നുകൂടി ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ മീൻ കറിയിലേക്ക് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് അരപ്പ് ചേർക്കുക. ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം. ഇനി നമുക്കൊന്ന് കറി ചുറ്റിച്ചു കൊടുക്കാം. ഇളക്കരുത്, മീൻ പൊടിഞ്ഞു പോവും. അതുകൊണ്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇങ്ങനെ പതുക്കെ ചുറ്റിച്ച് അരപ്പ് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി കറി ഒന്ന് തിളച്ച് വരണം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് പുളിയും ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. അപ്പോൾ കറി ഒന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ. നമ്മുടെ മീൻ കറി അരപ്പും ചേർന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 2 പിഞ്ച് ഉലുവപ്പൊടി ചേർക്കുകയാണ്. നമ്മൾ ഉലുവ ചേർത്തിട്ടാണ് കറി ഉണ്ടാക്കാൻ തുടങ്ങിയതെങ്കിലും ലാസ്റ്റ് ഉലുവപ്പൊടി ചേർത്തിട്ട് വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർക്കുക. അപ്പോൾ ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ചെയ്യുക. പുളി കുറവാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ പുളി ഇറങ്ങിക്കോളൂ കേട്ടോ. ഗ്രേവിയിലേക്ക് പുളി പിടിച്ചോളും. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ എരിവ് കുറവാണെങ്കിൽ 1-2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കുക. പിന്നെ നമ്മൾ കറിവേപ്പില ചേർത്തിട്ട് ഇതുപോലെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ കറി അടച്ചു വയ്ക്കുക. ആ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും ഫ്ലേവറൊക്കെ നമ്മുടെ കറിയിലേക്ക് പിടിച്ചു വരട്ടെ. ഈ കറി ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രി ഉപയോഗിക്കുക. ഉച്ചയ്ക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം ഉപയോഗിക്കുക. ഈ കറി ഉണ്ടാക്കിയിട്ട് ഉടനെ ഉപയോഗിക്കരുത്. അതാണ് ഇങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഇത് തലേ ദിവസം വറ്റിക്കുക, പിറ്റേ ദിവസം അരപ്പോ തേങ്ങാപ്പാലോ ചേർത്ത് റെഡിയാക്കുക, അതിൻ്റെ അടുത്ത ദിവസം ഉപയോഗിക്കുക. അങ്ങനെ ആകുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി റെഡിയായി കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഓംലെറ്റും കൂടി ഉണ്ടാക്കാനുണ്ട്. ഓംലെറ്റ് ഞാനിനി ചോറ് കഴിക്കുന്നതിന് തൊട്ട് മുന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയാണ് നമ്മുടെ മീൻ കറിയിൽ ചേർക്കാനുള്ള കാര്യങ്ങളൊക്കെ ചേർക്കേണ്ടത്. മീൻ കറി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ചോറ് കഴിക്കുന്നതിന് തൊട്ട് മുന്നേ ഓംലെറ്റും കൂടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഓംലെറ്റിനുള്ള ഉള്ളിയിലേക്ക് പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 2 പിഞ്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പ്, 2 മുട്ടയാണ് ഞാൻ എടുക്കുന്നത്, അതിനാവശ്യമായ ഉപ്പും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് ചേർക്കുന്നുണ്ട്. ഇതും നമ്മൾ ഉള്ളി തന്നെ ചേർത്തിട്ട് ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. സാധാരണ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ കുരുമുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. പച്ചമുളക് ആവശ്യത്തിന് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഞാൻ കുരുമുളക് പൊടി ചേർക്കുന്നില്ല. ഇനി പാൻ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ മുട്ട ബീറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുട്ടയുടെ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുക. ഇനി ഈ സൈഡും ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇനി കറികളൊക്കെ ഒരു ബൗളിലേക്ക് എടുക്കട്ടെ. കറി മീൻ കറിയാണ് കേട്ടോ ബൗളിലേക്ക് എടുക്കുന്നത്. ബാക്കിയുള്ളത് ഞാൻ ചോറിൻ്റെ സൈഡിൽ തന്നെയാണ് ഇടുന്നത്. നമ്മുടെ മുട്ട ഈ സൈഡും കുക്കായിട്ടുണ്ട്. നമുക്കൊന്നുകൂടി തിരിച്ചിടാം. ഒരുപാട് മൊരിഞ്ഞു പോകുന്ന രീതിയിലല്ല, ഞാൻ ഈ ഒരു രീതിയിലാണ് മുട്ട കുക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇത്രയും മതി. മുട്ട കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചോറ് വിളമ്പിയെടുക്കാം. അപ്പോൾ ഞാൻ എന്താ മീൻ കറി ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ചോറ് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചോറിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ ചീര ചെമ്മീൻ തോരൻ, ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ സെർവ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഉണ്ടാക്കിയിട്ട് ഉടനെ തന്നെ സെർവ് ചെയ്യുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കുറയുന്നത്. ചീര ചെമ്മീൻ തോരൻ എപ്പോൾ ഉണ്ടാക്കിയാലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പക്ഷേ കുറേ സമയം കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ ഓംലെറ്റും. അപ്പോൾ നമുക്ക് ഊണ് കഴിക്കാം.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ചിൻ്റെ റെസിപ്പീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറന്നുപോയില്ലല്ലോ. പിന്നെ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.